രാവിലെ തന്നെ എൻ്റെ യാത്ര അവസാനിച്ചത് നമ്മുടെ കണ്ടച്ചങ്ങാട് മാർക്കറ്റിനുള്ളിലായിട്ട് അതേ ഇതാണ് നമ്മുടെ കഥയിലെ ഹീറോ. ഡാവിൻ്റെ കടയിൽ നിന്ന് ഇറക്കിൽ ഇറച്ചിയും മേടിച്ച് നല്ല ക്ലീനായിട്ട് അലുവ കഷ്ണം അരി മുറിച്ച് വൃത്തിയാക്കി തന്നിട്ട് ഡാവ് നല്ല അടിപൊളി ഡാവാണ്. നേരെ അവിടെ നിന്ന് വേണ്ട നമുക്ക് എവിടെ നിന്ന് വേണ്ടെന്ന് വെച്ചാൽ ക്ലീനാക്കി മുറിച്ച് അളവ് നോക്കി അത് ഇപ്പോൾ പയ്യെ കട്ട് ചെയ്ത് തരാമെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു കട്ട് ചെയ്ത് തരാമെന്ന്. വേറെ ഒന്നുമില്ല നോക്കിയണ്ട. നേരെ പാക്ക് ചെയ്ത് മറ്റേ ഡാവിൻ്റെ കൊടുത്തു. ആ പയ്യ അത് കട്ട് ചെയ്ത് നമുക്ക് തന്നിട്ടാണ് നേരെ വരണ വഴിക്കണ്ട പുഴയുടെ സൈഡിൽ കൊണ്ട് നമ്മുടെ പോക്ക്. അപ്പോൾ കുറച്ച് വീഡിയോ നമുക്ക് അവിടെ നിന്ന് എടുത്ത് കാണിച്ചു തരാമെന്ന് വെച്ചു. ഇത് കണ്ട ഇതൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടാ നേരെ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടാ. വീട്ടിലെത്തിയപ്പോൾ അമ്മ അതെ പത്തിരി ഉണ്ടാക്കണം. കണ്ടാ പത്തിരിയൊക്കെ നല്ല പൊളച്ച് വന്നേക്കുന്നുണ്ട. അപ്പോൾ കുറച്ച് വീഡിയോ പത്തിരി എടുക്കാന്ന് വെച്ചാൽ പത്തിരി നന്നായി പൊള്ളച്ച് കണ്ടിട്ടാണ്. നമുക്ക് അത് ചൂടോ കയ്യും ഉണക്കില്ല. അതിൻ്റെ ഇടയിൽ ഒരു പൂച്ച വന്നിട്ട് ആകെ കരവില വയ്ക്കുന്നു. അപ്പോൾ പത്തിരി പരത്തുന്ന വീഡിയോ നമുക്ക് ചെറുതായിട്ട് കാണിച്ചു തരാട്ടാ. കണ്ട ആ പ്രസ്സിൽ പരത്തിയതിനു ശേഷം ചട്ടിയിലിട്ട് ചുട്ടെടുക്കുന്ന പരിപാടി കേട്ടാ. കണ്ട ഓരോ പീസായിട്ട് വെച്ച് ഇതുപോലെ അമർത്തി കൊടുത്തു കഴിഞ്ഞത് പറഞ്ഞു വരും. നല്ല രീതിയിൽ പൊളച്ച് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ പരിപാടി ഭക്ഷണം കഴിക്കാൻ 4 പത്തിരി എടുത്തിട്ടുണ്ട്. കുറച്ച് ബീഫ് കറി ഇത് വെച്ചിട്ട് പിടി. പത്തിരിയും ബീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾക്കൊരു പ്രത്യേക തന്നെയാട്ടാ. നമ്മൾ പത്തിരിയും ബീഫ് വേണം വീട്ടിൽ ഒരു പീസ് പത്തിരി പൊട്ടിച്ചെടുത്തിട്ട് ബീഫ് കറിയിൽ മുക്കിയിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട്. ആഹാ അന്തസ് എന്നല്ലാണ്ട് പിന്നെ എന്താ പറയാ. ആഹാ നല്ല ടേസ്റ്റ് അതിനിടാം. ഇപ്പം ഞാൻ ഇപ്പം അമ്മോട് പറഞ്ഞത് എൻ്റെ അടിപൊളി നിന്ന് കുറച്ച് എരിവിത്തിരി കൂടുതലുണ്ട്. ആണോ അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്ത് കളയാൻ നമ്മൾ ലെങ്ത് ചെയ്യാണ്ട് കൊതി വേണ്ട. അതും കൂടി ഒരു പിടി പിടിച്ചിട്ട് അന്തസ് സാധനം അങ്ങനത്തൊക്കെ പതിയെ നമ്മൾ കഴിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനം കേട്ടത് ബീഫ്. അത് നമ്മൾ പത്തിരിയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഗംഭീര ടേസ്റ്റാണ്. അങ്ങനെ വേണ്ട ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കി. അങ്ങനെ ആ പാത്രമൊക്കെ നമ്മൾ ക്ലീനാക്കി എന്താ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിട്ടാ. ഇതാണ് ഇന്നത്തെ നമ്മുടെ ദിവസത്തെ പരിപാടി. കണ്ട ബീഫും പത്തിരിയും ഇതോടുകൂടി അവസാനിച്ചു. അപ്പോൾ ബൈ. ഓക്കെ.